നമസ്കാരം. വരാൻ പോകുന്ന 10th പ്രിലിംസിന് ഉപകാരപ്രദമായ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും MCQ മന്ത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഓപ്ഷൻ ബി ആനന്ദമഠം. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? ഓപ്ഷൻ ബി അയിത്ത നിർമ്മാർജ്ജനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളിയാണ് ഓപ്ഷൻ എ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് ഓപ്ഷൻ സി 2005. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവാണ് ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏത്? മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രമാണ് ഓപ്ഷൻ എ പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഓപ്ഷൻ സി ചാന്നാർ ലഹള. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു? 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവാണ് ഓപ്ഷൻ ഡി രാമനമ്പി. അടുത്ത ചോദ്യം: കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണമാണ് ഓപ്ഷൻ ഡി 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഓപ്ഷൻ സി ഇടുക്കി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ഓപ്ഷൻ ബി കബനി. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ഓപ്ഷൻ ഡി ചിന്നാർ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആര്? ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരമാണ് ഓപ്ഷൻ ബി അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏതു ജില്ലയിലാണ്? കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏതു ജില്ലയിലാണ്? ഓപ്ഷൻ ബി കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഓപ്ഷൻ സി ഇരവികുളം. അടുത്ത ചോദ്യമാണ്: കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്താണ്? ഓപ്ഷൻ ഡി 1956 നവംബർ 1. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ.
1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? ഓപ്ഷൻ എ അഹമ്മദാബാദ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകനാണ് ഓപ്ഷൻ സി റാഷ് ബിഹാരി ബോസ്. അടുത്ത ചോദ്യം, തേബാഗ സമരം നടന്നത് എവിടെയാണ്? തേബാഗ സമരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ബംഗാൾ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏതായിരുന്നു? അടുത്ത ചോദ്യമാണ്, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രമായിരുന്നു ഓപ്ഷൻ ബി സമ്പാദ് കൗമുദി. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതായിരുന്നു? ഓപ്ഷൻ ബി 1929 ലാഹോർ സമ്മേളനമായിരുന്നു കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളി ആര്? ഓപ്ഷൻ ഡി VP മേനോൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആര്? ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമാണ് ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ഓപ്ഷൻ ബി കരൾ. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലിവ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ടെറ്റനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് ഓപ്ഷൻ എ വിറ്റാമിൻ കെ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗമേത്? പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗമാണ് എംഫിസിമ. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണ്? കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. താഴെ നൽകിയിരിക്കുന്നവയിൽ തെങ്ങിന്റെ സങ്കര ഇനമല്ലാത്തത് ഏതാണ്? താഴെ നൽകിയിരിക്കുന്നവയിൽ തെങ്ങിന്റെ സങ്കര ഇനമല്ലാത്തതാണ് ഓപ്ഷൻ സി അക്ഷയ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി കാസർഗോഡ്. അടുത്ത ചോദ്യം, ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് ഓപ്ഷൻ സി സസ്യബുക്ക്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകഅറ്റോമികം? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകഅറ്റോമികം? ഓപ്ഷൻ എ ഹീലിയം. താഴെ നൽകിയിരിക്കുന്നവയിൽ ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാമാണ്? താഴെ നൽകിയിരിക്കുന്നവയിൽ ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, ഹെമറ്റൈറ്റ് കൂടാതെ മാഗ്നറ്റൈറ്റ്.